ചെട്ടിനാട് ഒരുപാട് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസും ഹെറിറ്റേജ് സൈറ്റ്സും ഒക്കെയുള്ള നാട്ടിലേക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് വെളുപ്പിനെ തന്നെ ഇറങ്ങി മധുരൈ വഴി ഒരു 8 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് കാരക്കുടി എത്താം. ഭക്ഷണം കഴിക്കാൻ അവിടെ ഇഷ്ടം പോലെ മെസ്സുകളുണ്ട്. അവിടുത്തെ ഫേമസ് മെസ്സായ ശ്രീപ്രിയ മെസ്സിൽ നിന്ന് ഒരു അത്യുഗ്രൻ ഊണും കഴിച്ച് നേരെ പോയത് ചിദംബര വിലാസിലേക്കാണ്. തമിഴ്നാട്ടിലെ ശിവഗംഗ, പുതുക്കോട്ടൈ എന്നീ ജില്ലകളിലെ 73 വില്ലേജുകളും 2 ടൗണുകളും കൂടി ചേർന്നാണ് ചെട്ടിനാട് എന്നറിയപ്പെടുന്നത്. ചെട്ടിയാന്മാർ ഒരു കാലത്ത് അത്യാഡംബരപൂർവ്വം ജീവിച്ചിരുന്ന നാട്. അവരുടെ രാജകീയ ജീവിതം എങ്ങനെയായിരുന്നെന്ന് ഇവിടുത്തെ ഓരോ മാൻഷൻസിലും വ്യക്തമായി കാണാം. ഏകദേശം 11,000-ലധികം ചെട്ടിയാർ മാൻഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പലതും റിസോർട്ടുകളാണിപ്പോ. ഇതാണ് ചിദംബര വിലാസ്. ഇവിടെ നമുക്ക് രാജകീയ പ്രൗഢിയോടുകൂടി താമസിക്കാം. കൂടാതെ കൊതിയൂറുന്ന ചെട്ടിനാട് വിഭവങ്ങൾ കഴിക്കാം. പിന്നെ മാൻഷൻ ടൂറും കുക്കറി ക്ലാസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ചെട്ടിയാന്മാർ വ്യാപാരികളും ബാങ്കർമാരും ഒക്കെയായിരുന്നു. അവരുടെ സമ്പത്തും പ്രൗഢിയും ഷോക്കേസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത്രയും വലിയ മാൻഷൻസ് പണി കഴിപ്പിച്ചത്. വ്യാപാരികളായതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇറക്കുമതി ചെയ്ത മെറ്റീരിയൽസ് ഈ മാൻഷൻസ് പണിയാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ പെടുന്നതാണ് ഇറ്റാലിയൻ മാർബിൾസ്, ബെൽജിയൻ മിറേഴ്സ്, ബർമീസ് തേക്ക്, പിന്നെ മിന്റണിൽ നിന്നുള്ള ഡെക്കറേറ്റീവ് സെറാമിക് ടൈൽസ്. എന്താ അല്ലേ! ഇവിടുത്തെ കോട്ടയാട്, ദർബാർ ഹാള്, വിൻഡോസ്, സീലിങ്സ് എല്ലായിടത്തെയും വാസ്തുവിദ്യ നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. മുട്ടയുടെ വെള്ളയും നാരങ്ങയും ചില പ്രകൃതിദത്ത അഡിറ്റീവുകളും ഈ മാൻഷൻസിന്റെ ചുവരുകളിൽ പൂശിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ തിളക്കമുള്ള മിനുസമായ ഫിനിഷിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. കൂട്ടുകുടുംബ വ്യവസ്ഥിതി ആയതുകൊണ്ട് തന്നെ ഏകദേശം 70 മുതൽ 80 വരെ ആളുകൾ ഒരു മാൻഷനിൽ താമസിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അടുത്തതാണ് ചെട്ടിനാട് ഹാൻഡ്ലൂംസ്. ഒരു നെയ്ത്ത് ഗ്രാമത്തിൽ വളർന്ന എനിക്ക് ഇതൊന്നും പുതുമയുള്ള കാഴ്ചയല്ലെങ്കിലും നിങ്ങളിൽ പലർക്കും ഇത് പുതുമയുള്ളതായിരിക്കും അല്ലേ? ഇവര് തന്നെ നെയ്തെടുക്കുന്ന കോട്ടൺ, ഹാൻഡ്ലൂം സാരീസിന്റെയും കണ്ടാങ്കി സാരീസിന്റെയും നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ചെട്ടിനാട് ക്യുസിനെ പറ്റി പറയാതെ പോകുന്നത് എങ്ങനെയാ? രാവിലത്തെ ഇഡ്ഡലി, ദോശ, വട, പനിയാരം, വെള്ളை പനിയാരം മുതല് ചിക്കൻ, മട്ടൻ, പ്രോൺസ്, സ്ക്വിഡ്, ക്രാബ് കറികളൊക്കെ ഓരോന്നിനും യൂണിക് ടേസ്റ്റ് ആണ്. ചെട്ടിനാട് വിഭവങ്ങളൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നതിനിടയില് വീഡിയോസ് എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. എന്നാലും ഒരു സിമ്പിൾ ചെട്ടിനാട് റെസിപ്പി പറയാതെ പോവില്ല കേട്ടോ. ഇതാണ് ചെട്ടിനാട് സ്പെഷ്യൽ വെള്ളை പനിയാരം. നല്ലൊരു കാരച്ചട്നിയാണ് ഇതിന്റെ കൂടെ കഴിക്കുന്നത്. ചെട്ടിനാട് കല്യാണ ചാപ്പാടുകളിൽ ബ്രേക്ക്ഫാസ്റ്റിന് മെയിൻ ആയിട്ട് കാണപ്പെടുന്ന ഒരു വിഭവമാണിത്. ചെട്ടിനാട് ചിദംബര വിലാസത്തിൽ സ്റ്റേ ചെയ്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബഫേല് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. അതിനായിട്ട് 3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച 1 കപ്പ് പച്ചരിയും 2 ടേബിൾ സ്പൂൺ ഉഴുന്നും മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഷുഗറും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു 1/4 കപ്പിന്റെ പകുതി പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാലിന് പകരം വെള്ളം ആയാലും ചേർത്താൽ മതി കേട്ടോ. ഏകദേശം ഒരു ദോശമാവിന്റെയൊക്കെ കൺസിസ്റ്റൻസി വേണം. ഇനി എണ്ണ ചൂടാകുമ്പോൾ ഓരോ തവി മാവ് ഒഴിച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന്റെ കളറ് മാറിപ്പോകരുത് കേട്ടോ. അത്രയേ ഉള്ളൂ, വെള്ളை പനിയാരം റെഡി.